السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അഞ്ചാം നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവ് എന്ന നിലയിൽ മുസ്ലിം ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള സകല വിജ്ഞാന ശാഖകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പാണ്ഡിത്യത്തിന്റെയും ആത്മീയമായ ഔന്നിത്യത്തിന്റെയും ബുദ്ധിപരമായ സമീപനങ്ങളുടെയും ഒക്കെ ആൾരൂപമായി അറിയപ്പെട്ട മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ ദിവസം, ആണ്ടിന്റെ മാസം ഈ ജമാദുൽ ആഖറാണ്. ജമാദുൽ ആഖർ 14-നാണ് മഹാനവർകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഹിജറ 450 ജനിച്ച് 505 ജമാദുൽ ആഖർ 14 തിങ്കളാഴ്ച മഹാനവർകൾ ഈ ലോകത്തോട് വിട പറയുന്നത് വരെയുള്ള അവിടുത്തെ ജീവിതം മുഴുവനും സംഭവബഹുലമായിരുന്നു. എല്ലാ സമയവും അള്ളാഹുവിന്റെ പൊരുത്തത്തിലും അതേപോലെ വിജ്ഞാനത്തിന്റെ സമ്പാദനത്തിലും അതിന്റെ വിതരണത്തിലും ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ സമയം മുഴുവനും ചെലവാക്കുക വഴി ഉലമാഇന് ലഭിക്കുന്ന, മുതഅല്ലിമിന് ലഭിക്കുന്ന സകലമാന സൗഭാഗ്യങ്ങളും തനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള, ഇൽമിന് വലിയ സേവനം ചെയ്തതിന്റെ പേരിൽ ഇക്കാലഘട്ടത്തിലും വലിയ പവറോടുകൂടെ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഓർക്കുകയും അവിടുന്നടക്കം മഹാന്മാരായ പൂർവിക ഇമാമുകളും പണ്ഡിതന്മാരും ഈ ദീനിന് നൽകിയിട്ടുള്ള മഹത്തായ സേവനങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുകയും അത്തരം സേവനങ്ങളൊക്കെ നൽകിയവർക്ക് പ്രാർത്ഥന കൊണ്ട് നമ്മൾ പ്രത്യുപകാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യം എന്ന നിലക്ക് മഹാനവർകളെ ഞാൻ അനുസ്മരിക്കുന്നു. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുകയും അവിടുന്ന് ചെയ്ത എല്ലാ സേവനങ്ങളെയും അല്ലാഹു കബൂൽ ചെയ്യുകയും അവിടുത്തെ കിതാബുകളൊക്കെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളടക്കം എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല അവിടുന്ന് ഉദ്ദേശിച്ചതുപോലെ അതിന്റെ ആശയങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി വരാനുള്ള ഭാഗ്യവും അതിനാവശ്യമായ തിരിച്ചറിവും നൽകി അല്ലാഹു നമ്മയും അനുഗ്രഹിക്കട്ടെ. മഹാനവർകൾക്ക് ഇതിന്റെയൊക്കെ പ്രതിഫലം ബർസഖി ജീവിതത്തിൽ അനുഭവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, പ്രിയമുള്ളവരെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധവും എന്നാൽ വളരെ ചെറുതുമായിട്ടുള്ള ഒരു കൃതിയാണ് അയ്യുഹൽ വലദ് എന്ന് പറയുന്ന ആ മഹത്തായ ചെറു കൃതി. കിതാബ് എന്ന് നമുക്ക് തൽക്കാലം തന്നെ വിളിക്കാം. അതിന് ആശയങ്ങളുടെ അത് വെച്ചുകൊണ്ട് കിതാബ് എന്ന് വിളിച്ചാൽ അബദ്ധമൊന്നുമില്ല. അങ്ങനെ ഒരു അയ്യുഹൽ വലദ് എന്ന് പറയുന്ന ഒരു റിസാല, ഒരു ലഘുലേഖ മഹാനവർകൾ എഴുതാനുണ്ടായ പശ്ചാത്തലത്തെ സംബന്ധിച്ച് അതിന്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷേഖ് അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ദീർഘമായി പഠനം നടത്തിയൊരു മുതഅല്ലിം, എല്ലാ വിജ്ഞാന ശാഖകളിൽ നിന്നും ധാരാളമായി വിവരങ്ങൾ സമ്പാദിക്കുകയും തന്റെ ജീവിതത്തിൽ അത് പുലർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനിടക്ക് തന്നെ ഒരിക്കൽ അദ്ദേഹം ഗാഢമായി ആലോചിക്കുന്നു. ഞാൻ ധാരാളം വിജ്ഞാനങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, എന്റെ ജീവിതം അതിനുവേണ്ടി ഞാൻ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിജ്ഞാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദവും ഖബറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നേരം പോക്കിനും ആശ്വാസത്തിനും അതേപോലെ തന്നെ എനിക്ക് വലിയ സന്തോഷത്തിനുമൊക്കെ കാരണമാകുന്നത് ഏതാണ് എന്ന് മനസ്സിലാക്കുകയും ഇനിയുള്ള സമയം അത്തരം വിജ്ഞാന ശാഖകളിൽ മാത്രം എന്റെ ടൈം ചെലവാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യണം എന്ന നിലക്ക് ആ ശിഷ്യന്റെ മനസ്സിലൊരു ചിന്ത വന്നു. കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ആലോചിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകരിക്കാത്ത വിവരത്തെ തൊട്ട് പടച്ചവനെ നിന്നോട് ഞാൻ കാവല് തേടുന്നു എന്ന് പറയുന്ന ഹദീസിന്റെ ഭാഗം. അപ്പോൾ ഈ ഒരു ചിന്ത തന്റെ മനസ്സിൽ ശക്തമായി അലയടിക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയം സമർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഫത്വ ചോദിക്കുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഈ ശിഷ്യൻ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, എനിക്ക് അത് സംബന്ധമായ ഒരു ഫത്വ അങ്ങ് തരണം എന്ന് മാത്രമല്ല കുറെ കാര്യങ്ങൾ
ഒരു ഉപദേശം, പ്രാർത്ഥന എന്ന രൂപത്തിൽ എനിക്ക് ഫലപ്രദമാകുന്ന ചില സംഗതികൾ കൂടി ഉണ്ടാകണം എന്ന് മഹാനവർകൾ ഈ ശിഷ്യൻ ആവശ്യപ്പെട്ടു. ഇമാം അബ്ദാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എന്റെ ചോദ്യത്തിനുള്ള മറുപടികളെല്ലാം ഉണ്ടെങ്കിലും അതൊക്കെ പരന്നു കിടക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ശൈഖ് അവർകൾ ഇതിനുവേണ്ടി മാത്രമായി ഏതാനും പേജുകളുള്ള ഒരു ചെറിയ ലഘുലേഖ എഴുതി എനിക്ക് തരണമെന്നും ജീവിതകാലം മുഴുവനും ഞാൻ അത് ഉപയോഗപ്പെടുത്തി അതിനനുസരിച്ചുള്ള പ്രവർത്തനവുമായി മുന്നോട്ടു പോയി എന്റെ ജീവിതം എനിക്ക് ആത്മീയമായി ഔന്നത്യത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ചെറിയ ആവശ്യപ്പെടലിന് മറുപടിയായി ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യഅലം അയ്യുഹൽ വലദുൽ മുഹിബ് അതാലല്ലാഹു ബഖഅക ബിതഅതിഹി. മോനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ നിനക്ക് അവസരം തരട്ടെ. വസലക ബിക സബീല അഹിബ്ബായിഹി. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള ആളുകൾ സഞ്ചരിച്ച റൂട്ടിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു നിനക്ക് സൗഭാഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനവർകൾ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറയുകയാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനൊന്നുമല്ല, വലിയ മഹാൻ തന്നെ. പക്ഷെ ഗസാലി ഇമാമിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറഞ്ഞു, തന്റെ ശിഷ്യനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ റിസാലത്തിന്റെ കേന്ദ്രം, അവിടെ നിന്നാണ് വാസ്തവത്തിൽ ഉത്ബോധനങ്ങളെല്ലാം കടന്നു വരേണ്ടത്. നിനക്ക് ആ ഉത്ബോധനങ്ങൾ നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിന്നെ എന്തിനു ഉപദേശിക്കണം? അതേസമയത്ത് ആ ഉപദേശങ്ങളൊന്നും നിനക്ക് ലഭിച്ചില്ലെങ്കിൽ ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്റെ അടുത്ത് നീ ടൈം ചെലവാക്കിയതുകൊണ്ട് നിനക്കെന്താ നേടാൻ സാധിച്ചത് എന്നുകൂടി നീ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ സംഗതികളൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുമല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്ന ഒരു ചെറിയ ഒരു പരാമർശം അത് സംബന്ധമായിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നടത്തുകയും എന്നിട്ട് ശിഷ്യന് ചില ഉപദേശങ്ങൾ നൽകുകയും ചെയ്തതാണ് ഈ കൃതിയുടെ ഉള്ളടക്കം. അതിലൊന്നാമതായിട്ട് മഹാനവറുകൾ പറയുന്നു, അയ്യുഹൽ വലതു മോനെ, മിൻ ജുംലത്തി മാ നസഹ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സമുദായത്തിനെ ഉപദേശിച്ച ഉപദേശങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാകുന്നു അലാമത്തു ഇറാലില്ലാഹി അനിൽ അബ്ദി ഇസ്തിഗാലുഹു ബിമാ ലാ യഅനിഹി. ഒരു മനുഷ്യൻ അല്ലാഹു അവനെ പരിഗണിച്ചിട്ടില്ല എന്നതിന്റെ അടയാളം. അല്ലാഹു ഒരാളെ പരിഗണിച്ചാൽ അവന് വലിയ മഹത്വം ഉണ്ടാവും. അല്ലാഹ് പരിഗണിക്കാത്തവന് വാസ്തവത്തിൽ ഒരു വിലയുമില്ല. അപ്പൊ അല്ലാഹു ഒരാളെ പരിഗണിക്കാതെ അവഗണിച്ചു എന്നതിന്റെ അടയാളം ഇസ്തിഗാലുഹു ബിമാ ലാ യഅനിഹി, അവന് ആവശ്യമില്ലാത്ത സംഗതികളുമായി അവൻ ജോലിയാവലാണ്. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടാത്ത കാര്യങ്ങളായിട്ട് നമ്മുടെ സമയം നമ്മൾ വെറുതെ കൊല്ലുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അല്ലാഹു നമ്മളെ പരിഗണിച്ചിട്ടില്ല എന്നാണ്. വഇന്നംറഅൻ ലഹബത സഅത്തും മിൻ ഉംരിഹി ഫീ ഗൈരി മാ ഖുലിഖ ലഹു. കാരണം ഒരു മനുഷ്യൻ അവന്റെ സമയത്തിൽ നിന്നൊരല്പസമയമെങ്കിലും എന്ത് ലക്ഷ്യത്തിനാണോ അവനെ സൃഷ്ടിക്കപ്പെട്ടത് അതിലല്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ജദീറുന്നൻ തത്തൂലൈഹി ഹസറത്തുഹു, അതിന്റെ നഷ്ടം അവന് ആ കാലാകാലം അവൻ അനുഭവിക്കേണ്ടി വരുന്നതാണ്. വമൻ ജാവസൽ 40, 40 കൊല്ലം ഒരാൾക്ക് വിട്ടുകടന്നു, അഥവാ 40 വയസ്സ് കഴിഞ്ഞു ഒരാൾക്കെങ്കിൽ, എന്നിട്ട് വലം യഗ്ലിബു ഖൈറുഹു ശർറഹു, അവന്റെ നന്മ തിന്മയെ അതിജയിക്കുകയും ചെയ്തില്ലെങ്കിൽ ഫല്യതജഹ്ഹസ് ഇലന്നാർ, അവൻ നരകത്തിലേക്കുള്ള യാത്രക്ക് തയ്യാറെടുപ്പ് നടത്തട്ടെ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശത്തിൽപ്പെട്ടതാണെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. നിങ്ങൾക്ക് ചെറിയൊരു ഭാഗമാണ് ഈ പറഞ്ഞതെങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ സമയം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായ കാര്യങ്ങൾക്ക്, അഥവാ നമുക്ക് ആഖിറത്തിൽ നേട്ടമുണ്ടാകുന്ന സംഗതികൾക്ക് സമയം ചെലവാക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ ഒരു കാര്യമില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ടൈം ചെലവാക്കുന്നത്. അത് വാസ്തവത്തിൽ അല്ലാഹു നമ്മളെ പരിഗണിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണെന്നും 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നന്മയുടെ വിഷയത്തിൽ സജീവത ഉണ്ടാവുകയും തിന്മയുടെ വിഷയത്തിൽ മെല്ലെപ്പോക്ക് നയം തുടരുകയും ചെയ്യുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നരകത്തിലേക്കുള്ള യാത്രയാണ് അവൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഈ ഒന്നാമത്തെ ഉപദേശത്തിന്റെ പ്രധാനപ്പെട്ട ആശയം, സന്ദേശം. നമ്മൾ ഉൾക്കൊള്ളുക, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും
മുൻ ദിവസങ്ങളെക്കാൾ നന്മയുടെ വർധനവിന് വേണ്ടി എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നുണ്ട് കണക്കെടുക്കണം നമ്മൾ. അതേപോലെ തന്നെ തിന്മ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സജീവമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച്, ഒരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അല്ലാഹു തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.